ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2018 റിലീസ് ചെയ്തിട്ടുള്ള ലണ്ടൻ ഫീൽഡ്സ് എന്ന മൂവിയുടെ എക്സ്പ്ലനേഷൻ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പായി ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ രാത്രിയിൽ ദൂരെ നിർത്തിയിട്ടിരിക്കുന്ന ഒരു കാറിൻ്റെ അടുത്തേക്ക് നടന്നു പോകുന്ന നമ്മുടെ നായികയായിട്ടുള്ള നിക്കോളയെയാണ് കാണിക്കുന്നത്. ആ സമയം കാറിൽ കയറി നോക്കുന്ന അവൾ ഇത് നിങ്ങളായിരുന്നോ എന്നുമെല്ലാം ആ കാറിലുണ്ടായിരുന്ന വ്യക്തിയോട് ചോദിക്കുന്നു. അവിടെ കട്ട് ചെയ്ത് 3 ആഴ്ച മുമ്പത്തെ ഒരു ഫ്ലാഷ് ബാക്ക് സീനാണ് കാണിക്കുന്നത്. ഫ്ലാഷ് ബാക്കിൽ നമ്മുടെ നായകനായിട്ടുള്ള സാംസങ് യങ്ങിനെയാണ് കാണിക്കുന്നത്. നായകന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് താൻ ആരാധിക്കുന്ന റൈറ്റർ ആയിട്ടുള്ള മാർക്കിനെ പോലെ ലോകം അറിയപ്പെടുന്ന ഒരു റൈറ്റർ ആകണം എന്നുള്ളത്. എന്നാൽ ആ സമയം ന്യൂയോർക്കിൽ വളരെയധികം പ്രശ്നമെല്ലാം നടക്കുന്നത് കൊണ്ട് മാർക്ക് എന്ന ആ റൈറ്ററുമൊത്ത് നല്ല കണക്ഷനിലുള്ള നായകൻ നോവൽ എഴുതാൻ വേണ്ടി ലണ്ടനിലുള്ള മാർക്കിന്റെ വീട്ടിലേക്ക് താമസമെല്ലാം മാറുന്നു. നായകന്റെ സുഹൃത്തും ലണ്ടനിലെ സ്ഥിരം താമസക്കാരനുമായ കെയ്ത്ത് എന്ന വ്യക്തി നായകനെ മാർക്കിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടെല്ലാം പോകുന്നു. കെയ്ത്ത് നായകനോട് ഈ ബിൽഡിങ്ങിന്റെ 2ാമത്തെ നിലയിലാണ് മാർക്കിന്റെ റൂം എന്ന കാര്യമെല്ലാം പറയുന്നു. അവിടെ കട്ട് ചെയ്ത് മാർക്കിന്റെ ആഡംബരമായിട്ടുള്ള ആ റൂമിലേക്ക് കയറി ചെല്ലുന്ന നായകനെയാണ് കാണിക്കുന്നത്. ആ സമയം നായകന് അവിടെ നിന്നും മാർക്ക് നായകന് വേണ്ടി എഴുതി വെച്ച ഒരു ലെറ്റർ എല്ലാം ലഭിക്കുന്നു. അതിൽ ആ ഫ്ലാറ്റിന്റെ ഏതൊക്കെ റൂമുകളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് എന്ന കാര്യമെല്ലാം ഡീറ്റെയിൽ ആയി എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു റൂമിന്റെ സീലിംഗിന്റെ വർക്ക് ഇപ്പോഴും ഫിനിഷ് ആയിട്ടില്ല എന്ന കാര്യമെല്ലാം ഡീറ്റെയിൽ ആയി എഴുതിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം ആ ലെറ്ററിന്റെ അവസാനം താൻ അവസാനമായി എഴുതിയിട്ടുള്ള ആ നോവൽ ക്രോസ്ബോൺ വാട്ടേഴ്സിന്റെ ഒരു കോപ്പി നായകന് വേണ്ടി ഷെൽഫിൽ എടുത്തു വെച്ചിട്ടുണ്ട് എന്ന കാര്യം കൂടി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് മുറിയെല്ലാം ചുറ്റിക്കാണുന്ന സമയം നായകന് ആ റൂമിൽ നിന്നും ഒരു മുഖംമൂടിയെല്ലാം ലഭിക്കുന്നു. എന്നാൽ അയാൾ അതിനെപ്പറ്റി ഒട്ടും തന്നെ കാര്യമായി എടുക്കാതെ അത് ഷെൽഫിൽ വെച്ച് അടയ്ക്കുന്നു. അവിടെ കച്ചത് തൻ്റെ ഫ്രണ്ടായിട്ടുള്ള കെയ്ത്തിന്റെ കൂടെ തൊട്ടടുത്തുള്ള പബ്ബിലേക്ക് വന്നിരിക്കുന്ന നായകനെയാണ് കാണിക്കുന്നത്. പബ്ബിലെത്തിയ ഉടൻ തന്നെ കെയ്ത്ത് തൻ്റെ സുഹൃത്തുക്കൾക്കെല്ലാമായി നായകനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ആ പരിചയപ്പെടുത്തി കൊടുക്കുന്ന വ്യക്തികളുടെ കൂട്ടത്തിൽ ആ നാട്ടിലെ അറിയപ്പെടുന്ന ബിസിനസ്മാനായ ക്ലിഞ്ചും അവിടെ ഉണ്ടായിരുന്നു. ക്ലിഞ്ച് കെയ്ത്തിനോട് അവനെ അന്വേഷിച്ച് കുറച്ച് മണി ലോണ്ടറേഴ്സ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്ന കാര്യമെല്ലാം പറയുന്നു. അപ്പോഴാണ് നമുക്ക് കെയ്ത്തിനെ പറ്റിയുള്ള കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യമെല്ലാം കാണിച്ചു തരുന്നത്. കെയ്ത്ത് പ്രൊഫഷണലി ഒരു സ്പാരോ ത്രോയിങ് എക്സ്പേർട്ട് ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. അവൻ ഒരുപാട് പേരുടെ കയ്യിൽ നിന്നും പൈസയെല്ലാം കടം വാങ്ങിയ ശേഷം അത് ഈ സ്പാരോ ത്രോയിങ് ഗെയിമിൽ ബെറ്റ് വെച്ചുകൊണ്ട് ഇരട്ടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് ഇവന്റെ മെയിൻ ഹോബി. എന്നാൽ ഭൂരിഭാഗം സമയങ്ങളിലും ഇവന് പൈസ നഷ്ടപ്പെടാറാണ് പതിവ്. അങ്ങനെയിരിക്കെ ഒരു ദിവസം അവൻ കടം വാങ്ങാനായി ആ നാട്ടിലെ ഫേമസ് സ്പാരോ ത്രോയിങ് എക്സ്പേർട്ട് ആയിട്ടുള്ള പർച്ചേസിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. പർച്ചേസ് ആദ്യമൊക്കെ ഇവന് പൈസ കൊടുക്കാൻ വേണ്ടി മടിക്കുന്നുണ്ടെങ്കിലും കുറച്ചു നേരത്തെ സംസാരത്തിന് ശേഷം അവൻ പറഞ്ഞ പലിശയെല്ലാം തരാം എന്ന ഉറപ്പിൽ ഫെയ്ത്തിന് പൈസയെല്ലാം അനുവദിച്ചു കൊടുക്കുന്നു. അങ്ങനെ അവർ ഇതിനെപ്പറ്റിയെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം ആ പബ്ബിലേക്ക് ഒരു പെൺകുട്ടി കടന്നു വരുന്നു. എന്നാൽ അവൾ പബ്ബിൽ കയറിയ ഉടൻ തന്നെ ആ പബ്ബിലുണ്ടായിരുന്ന എല്ലാ വ്യക്തികളും അവളുടെ സൗന്ദര്യം കണ്ട് അവളെ തന്നെ നോക്കുന്നു. അവൾ നേരെ കൗണ്ടറിൽ ചെന്നുകൊണ്ട് അവൾക്ക് കുറച്ച് പാക്കറ്റ് സിഗരറ്റ് വേണം എന്ന കാര്യമെല്ലാം പറയുന്നു. എന്നാൽ അവൾ ചോദിച്ച ബ്രാൻഡ് അവിടെ ഇല്ല എന്ന് വെയിറ്റർ പറഞ്ഞ ഉടൻ തന്നെ കെയ്ത്ത് അവിടേക്ക് വന്നുകൊണ്ട് ആ പബ്ബിലുണ്ടായിരുന്ന ഒരു പയ്യനോട് അവൾ ചോദിച്ച സിഗരറ്റ് എല്ലാം മേടിച്ചു കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് അവന് വേണ്ട പൈസയെല്ലാം കൊടുത്തേൽപ്പിക്കുന്നു. ഇത് കണ്ട അവൾ തന്റെ പേര് നിക്കോള എന്നാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കെയ്ത്തുമായി പരിചയപ്പെടുന്നു. കെയ്ത്ത് അവളെ നായകനും ക്ലിഞ്ചിനുമായി പരിചയപ്പെടുത്തിയെല്ലാം കൊടുക്കുന്നു. അവൾ താൻ കഴിഞ്ഞ 1 വർഷമായി ഈ ടൗണിലാണ് താമസിക്കുന്നതെന്നും ആദ്യമായിട്ടാണ് ഈ പബ്ബിലേക്ക് വരുന്നത് എന്ന കാര്യമെല്ലാം അവരോടായി പറയുന്നു. എന്നാൽ അതേസമയം ആ പയ്യൻ സിഗരറ്റുമായി അവിടേക്ക് വന്ന ഉടൻ തന്നെ അവൾ അതും മേടിച്ചുകൊണ്ട് അവിടെ നിന്നും തിരിച്ച് തന്റെ റൂമിലേക്ക് പോകുന്നു. നിക്കോള അവിടെ നിന്നും പോയ ഉടൻ തന്നെ കെയ്ത്തും അവളെ ഫോളോ ചെയ്ത് പോകാൻ വേണ്ടി തുടങ്ങുന്നു. കെയ്ത്ത് പോകുന്നത് കണ്ട് നായകനും ക്ലിഞ്ചും കൂടി അവരെ ഫോളോ ചെയ്ത് പോകാൻ വേണ്ടി തുടങ്ങുന്നു. അങ്ങനെ കുറച്ചു ദൂരം പോയതിനു ശേഷം നായകന് താൻ താമസിക്കുന്ന റൂമിന്റെ തൊട്ട് മുകളിലത്തെ നിലയിലാണ് അവർ താമസിക്കുന്നത് എന്ന കാര്യമെല്ലാം മനസ്സിലാവുന്നു. അവിടെ കച്ചത് വീട്ടിലെത്തിയ ശേഷം തനിക്ക് എഴുതാൻ വേണ്ടിയുള്ള കഥയെല്ലാം ആലോചിച്ചുകൊണ്ടിരിക്കുന്ന നായകനെയാണ് കാണിക്കുന്നത്. എന്നാൽ അയാൾ എത്രയൊക്കെ ചിന്തിച്ചിട്ടും അയാൾക്ക് വേണ്ട സ്റ്റോറിയൊന്നും ലഭിക്കുന്നുണ്ടായിരുന്നില്ല. ആ സമയം നായകൻ സീലിംഗ് ഡാമേജ് ആയിട്ടുള്ള ആ റൂമിൽ നിന്നും എന്തോ ശബ്ദമെല്ലാം കേട്ട് അവിടെ ചെന്ന് നോക്കുന്നു. സീലിംഗിലുണ്ടായിരുന്ന ഗ്യാപ്പിലൂടെ നോക്കുന്ന സമയം മുകളിലത്തെ റൂമിൽ നിക്കോള തന്റെ പഴയ പുസ്തകങ്ങളെല്ലാം എടുത്ത് അവിടെ നിന്നും കൊണ്ടുപോകുന്ന കാര്യമെല്ലാം നായകൻ നോട്ടീസ് ചെയ്യുന്നു. അവൾ ഇതെവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്നറിയാൻ വേണ്ടി അവളെ ഫോളോ ചെയ്ത് പോകുന്നു. കുറച്ചു ദൂരം പോയതിനു ശേഷം അവൾ ഈ ബുക്സ് എല്ലാം ഒരു ഡസ്റ്റ്ബിനിൽ ഡംപ് ചെയ്യുന്നത് കണ്ട് നായകൻ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ആ ബുക്കെല്ലാം എടുത്ത് വായിച്ചു നോക്കാൻ വേണ്ടി തുടങ്ങുന്നു. ആ ബുക്സ് എല്ലാം വായിച്ചു നോക്കിയതിൽ നിന്നും നായകന്
നിക്കോളയ്ക്ക് തന്റെ ഫ്യൂച്ചറിനെ പറ്റി പറയാനുള്ള കഴിവുണ്ട് എന്ന കാര്യമെല്ലാം മനസ്സിലാകുന്നു. എന്നാൽ നായകൻ ഈ ബുക്കെല്ലാം എടുത്ത് വായിക്കുന്നത് തൊട്ടപ്പുറത്തെ മരത്തിന്റെ പുറകിൽ നിന്നും നിക്കോള നോക്കി കാണുന്നുണ്ടായിരുന്നു. ബുക്കിൽ അവൾ എഴുതിയിട്ടുള്ള കാര്യമെല്ലാം ഡീറ്റെയിൽ ആയി നോക്കിയ ശേഷം അവൻ ആ ബുക്കുമായി നേരെ നിക്കോളയുടെ റൂമിൽ ചെന്ന് അവളെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു. നായകനെ കണ്ട ഉടൻ തന്നെ അവനെ വേഗം വീടിനകത്ത് വിളിച്ചുകൊണ്ട് അവന് വേണ്ട ഡ്രിങ്ക് എല്ലാം ഒഴിച്ചു കൊടുക്കുന്നു. നായകൻ അവൾ ഈ ബുക്കിൽ എഴുതിയ കാര്യമെല്ലാം വായിച്ചുവെന്നും അതുകൊണ്ട് അവൾ അവളുടെ മരണത്തെ കാത്തിരിക്കുകയാണ് എന്ന കാര്യമെല്ലാം താൻ അറിഞ്ഞു എന്ന് നിക്കോളയോട് പറയുന്നു. എന്നാൽ അയാൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിക്കോളയുടെ മുഖത്ത് ഒരു തരത്തിലുള്ള ഭാവമാറ്റം പോലും ഉണ്ടായിരുന്നില്ല. നായകൻ തനിക്ക് ഒരു മർഡർ മിസ്റ്ററി നോവൽ എഴുതാൻ വേണ്ടി ആഗ്രഹമുണ്ടെന്നും അതുകൊണ്ട് കൊല്ലാൻ പോകുന്ന വ്യക്തിയെ മനസ്സിലാക്കിക്കൊണ്ട് അയാൾ അവളുടെ ലൈഫ് ഉപയോഗിച്ച് ഒരു ക്രൈം നോവൽ എഴുതിക്കോട്ടെ എന്ന് നിക്കോളയോട് ചോദിക്കുന്നു. എന്നാൽ ഇത് കേട്ട് കുറച്ചു നേരം ചിന്തിച്ച ശേഷം നിക്കോളോ നായകന്റെ ഈ ആഗ്രഹത്തിന് സമ്മതമെല്ലാം മൂടുന്നു. ഇത് കേട്ട സന്തോഷത്തിൽ നായകൻ ഉടനെ തന്നെ ആ വീട് മൊത്തം മൈക്കെല്ലാം സെറ്റ് ചെയ്ത് നിക്കോളോയെയും ഏത് സമയം വാച്ച് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യമെല്ലാം ചെയ്തു വെക്കുന്നു. അന്നു മുതൽ അവർ ആരാണ് നിക്കോളോയെ കൊല്ലാൻ പോകുന്നത് എന്നെല്ലാം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം കെയ്ത്ത് നിക്കോളയെ മീറ്റ് ചെയ്യാൻ വേണ്ടി അവളുടെ റൂമിലേക്ക് വരുന്നു. എന്നാൽ ഇവർ തമ്മിലുള്ള ഈ സംസാരമെല്ലാം നായകൻ തൊട്ടപ്പുറത്തെ റൂമിലിരുന്ന് മൈക്ക് ഉപയോഗിച്ച് കേൾക്കുന്നുണ്ടായിരുന്നു. ആ സമയം നിക്കോള കെയ്ത്തിനോട് അന്ന് അവന്റെ കൂടെ ഹാൻസം ആയിട്ടുള്ള ഒരു വ്യക്തി പബ്ബിലുണ്ടായിരുന്നില്ലേ എന്നുമെല്ലാം അവനോട് ചോദിക്കുന്നു. ആ സമയം അവൾ ക്ലിഞ്ചിനെ പറ്റിയാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കിയ കെയ്ത്ത് അവൾ എന്തിനാണ് ക്ലിഞ്ചിനെ പറ്റി അന്വേഷിക്കുന്നത് എന്നുമെല്ലാം നിക്കോളയോട് ചോദിക്കുന്നു. നിക്കോളോ അവൾക്ക് ക്ലിഞ്ചിനെ എങ്ങനെയെങ്കിലും പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി കെയ്ത്തിനോട് ആവശ്യപ്പെടുന്നു. വലിയ സന്തോഷത്തോടെ അല്ലെങ്കിലും കെയ്ത്ത് ചെയ്തു കൊടുക്കാം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോകുന്നു. അവിടെ കച്ചത് നായിക പറഞ്ഞ കാര്യമെല്ലാം ക്ലിഞ്ചിനോട് പറയാൻ ചെന്നിരിക്കുന്ന കെയ്ത്തിനെയാണ് കാണിക്കുന്നത്. ആ സമയം ക്ലിഞ്ച് അവൾ എന്തിനാണ് അവനെ മീറ്റ് ചെയ്യണം എന്ന കാര്യമെല്ലാം ഇവരോട് പറഞ്ഞത് എന്നെല്ലാം കെയ്ത്തിനോട് ചോദിക്കുന്നു. കെയ്ത്ത് തനിക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല എന്നും അവൾക്ക് ചിലപ്പോൾ നിന്നെ ഇഷ്ടപ്പെട്ടു കാണുമെന്നുമെല്ലാം അവനെ കളിയാക്കിക്കൊണ്ട് പറയുന്നു. ഇതേസമയം നായകൻ നിക്കോളോയുമൊത്ത് സ്റ്റോറിയുടെ ഡെവലപ്മെന്റിനെ പറ്റിയുള്ള കാര്യമെല്ലാം ഡിസ്കസ് ചെയ്യുന്നു. നിക്കോളോ ക്ലിഞ്ചും കൂടി ഈ സ്റ്റോറിയിൽ വന്നാൽ മാത്രമേ കഥ കുറച്ചും കൂടി ഇംപ്രൂവ് ചെയ്യുള്ളൂ എന്നുമെല്ലാം നായകനോട് പറയുന്നു. നിക്കോളോ ക്ലിഞ്ചിനോട് അവൾക്ക് തന്റെ അച്ഛനും അമ്മയെയും ചെറുപ്പത്തിൽ ഒരു പ്ലെയിൻ ആക്സിഡന്റ് നഷ്ടപ്പെട്ടുവെന്നും അതിനുശേഷം അവൾ ഒരു ഓർഫനേജിലാണ് വളർന്നത് എന്നുമെല്ലാം അവനോട് പറയുന്നു. ഇതെല്ലാം പറഞ്ഞ ശേഷം ക്ലിഞ്ച് അവളോട് എന്തിനാണ് അവനെ മീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞത് എന്ന കാര്യമെല്ലാം ചോദിക്കുന്നു. ആ സമയം നിക്കോളോ തനിക്ക് ഓർഫനേജിൽ വെച്ച് ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നുവെന്നും എന്നാൽ അവൾ ഇപ്പോൾ ഒരു പ്രശ്നത്തിലാണെന്നും അവളെ രക്ഷപ്പെടുത്താൻ വേണ്ടി സഹായം വേണമെന്നും അതിന് ക്ലിഞ്ചിനെ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ എന്നുമെല്ലാം അവനോട് പറയുന്നു. നിക്കോള ക്ലിഞ്ചിനോട് ഇല്ലാത്ത സുഹൃത്തിന്റെ പേരെല്ലാം പറഞ്ഞുകൊണ്ട് അവരെ ന്യൂയോർക്കിലുള്ള ആ വാർ നടക്കുന്ന സ്ഥലത്ത് നിന്നും അവന്റെ ഇൻഫ്ലുവൻസ് എല്ലാം ഉപയോഗിച്ച് അവിടെ നിന്നും രക്ഷപ്പെടുത്തി തരണമെന്നുമെല്ലാം അവനോട് പറയുന്നു. അവിടെ കച്ചത് ക്ലിഞ്ചുമായുള്ള മീറ്റിങ്ങിനെ പറ്റിയുള്ള കാര്യമെല്ലാം നായകനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിക്കോളയെയാണ് കാണിക്കുന്നത്. ആ സമയം നായിക അവളെ കൊല്ലാൻ പോകുന്ന മർഡറർ അത് ക്ലിഞ്ച് ആവാൻ സാധ്യതയുണ്ട് എന്നുമെല്ലാം നായകനോട് പറയുന്നു. അവിടെ കച്ചത് കെയ്ത്ത് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സ്പാരോ ത്രോയിങ് ഗെയിമാണ് കാണിക്കുന്നത്. ആ സമയം ഈ ഗെയിം കാണാൻ വേണ്ടി നിക്കോളയോടൊപ്പം ക്ലിഞ്ചും അവിടെ എത്തിയിരുന്നു. നിക്കോളയും ക്ലിഞ്ചും കൂടി വളരെ ക്ലോസ് ആയിട്ടെല്ലാം നിൽക്കുന്നത് കണ്ട് കെയ്ത്തിന് ഇതൊട്ടും തന്നെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അവൻ ഈ ഗെയിമിൽ ജയിച്ചെങ്കിലും അവരോടുള്ള ദേഷ്യത്തിൽ അവന്റെ ഒപ്പോണന്റിനെ അവിടെ വെച്ച് ക്രൂരമായി മർദ്ദിക്കുന്നു. അവിടെ കച്ചത് ബിൽഡിങ്ങിന്റെ ടെറസിൽ ചെന്നിരുന്ന് നായകനുമൊത്ത് കഥയെപ്പറ്റി ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നിക്കോളയെയാണ് കാണിക്കുന്നത്. ആ സമയം താഴെ നിന്നും കെയ്ത്തിന്റെ ശബ്ദം കേട്ട് നിക്കോളോ താഴേക്ക് ചെന്ന് നോക്കുന്നു. കെയ്ത്ത് ദേഷ്യത്തിലാണ് എന്ന് മനസ്സിലാക്കിയ നിക്കോളോ അവനെ ആദ്യമൊന്ന് സെഡ്യൂസ് ചെയ്ത ശേഷം അവനോട് അവന്റെ സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം മാറാൻ വേണ്ടി അതിനുവേണ്ടിയുള്ള പൈസയെല്ലാം അവൾ അറേഞ്ച് ചെയ്ത് കൊടുക്കാമെന്ന് അവനോട് പറയുന്നു. കെയ്ത്ത് അവിടെ നിന്നും പോയ ഉടൻ തന്നെ ക്ലിഞ്ച് നിക്കോളോയെ കാണാൻ വേണ്ടി അവിടേക്ക് വരുന്നു. അവൻ അവളോട് അവൾ തന്ന അഡ്രസ് ചെക്ക് ചെയ്ത് നോക്കിയിട്ടും ആ അഡ്രസ്സിൽ ഒരു വ്യക്തിയെയും കണ്ടുപിടിക്കാൻ സാധിച്ചില്ല എന്നെല്ലാം അവളോട് പറയുന്നു. എന്നാൽ ഇത് കേട്ട നിക്കോളോ മുഖത്ത് കുറച്ച് വിഷമമെല്ലാം കാണിച്ചുകൊണ്ട് അവനോട് അവൾക്ക് ന്യൂയോർക്കിലേക്ക് പോകാൻ വേണ്ടി കുറച്ച് പൈസയെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കാമോ എന്ന് ചോദിക്കുന്നു. ചോദിച്ചത് നിക്കോളോ ആയതുകൊണ്ട് ക്ലിഞ്ച് ഒന്നും തന്നെ നോക്കാതെ എത്രയും പെട്ടെന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോകുന്നു. അവിടെ കച്ചത് നായകനുമൊത്ത് കഥയെപ്പറ്റി ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നിക്കോളോയെയാണ് കാണിക്കുന്നത്. ആ സമയം നായകൻ അവൾ സ്റ്റോറിക്ക് വേണ്ടി ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളെല്ലാം ഒരു പരിധി വിട്ടു പോകുന്നു എന്നുമെല്ലാം പറഞ്ഞ് അവൾക്ക് വാണിംഗ് എല്ലാം കൊടുക്കുന്നു. എന്നാൽ ഇത് കേട്ട അവൾ ഒരു കൂസലമില്ലാതെ നായകനെ നിർബന്ധിച്ചുകൊണ്ട് അവിടെ വെച്ച് റൊമാൻസ് എല്ലാം ചെയ്യുന്നു. അവിടെ കച്ചത് കെയ്ത്തിന് അവന്റെ കടങ്ങളെല്ലാം തീർക്കാൻ വേണ്ടിയുള്ള പൈസയെല്ലാം അവന് എത്തിച്ചു കൊടുക്കുന്ന നിക്കോളോയെയാണ് കാണിക്കുന്നത്. കെയ്ത്ത് സംശയപൂർവ്വമാണെങ്കിലും നിക്കോളോയുടെ കയ്യിൽ നിന്നും ആ പൈസയെല്ലാം മേടിച്ച് അവിടെ നിന്നും പോകുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം നായകൻ മാർക്ക് എഴുതിയിട്ടുള്ള ആ മൂന്നാമത്തെ നോവൽ ഷെൽഫിൽ നിന്നും എടുത്ത് വായിക്കാൻ വേണ്ടി തുടങ്ങുന്നു. എന്നാൽ ബുക്ക് തുറന്ന ഉടൻ തന്നെ അതിൽ നിന്നും ഒരു എൻവലപ്പ് എല്ലാം താഴെ വീഴുന്നത് കണ്ട് അയാൾ അതിൽ എന്താണെന്നറിയാൻ വേണ്ടി എൻവലപ്പ് ഓപ്പൺ ചെയ്തെല്ലാം നോക്കുന്നു. എന്നാൽ എൻവലപ്പിൽ മാർക്കും നിക്കോളയും കൂടി റൊമാൻസ് ചെയ്യുന്ന ഫോട്ടോസ് എല്ലാം കണ്ട്
നായകൻ മൊത്തത്തിൽ ഷോക്കാവുന്നു. നായകന് നിക്കോളോ ഇത്രയും കാലവും തന്നെ പറ്റിക്കുകയായിരുന്നു എന്ന കാര്യമെല്ലാം വ്യക്തമായി ബോധ്യമാവുന്നു. അവിടെ കച്ചത് ആ നാട്ടിലെ സ്പാരോ ത്രോയിങ് കോമ്പറ്റീഷന്റെ ഫൈനൽ മാച്ചിൽ ഏറ്റുമുട്ടാൻ പോകുന്ന കെയ്ത്തിനെയും സ്പാരോവിനെയുമാണ് കാണിക്കുന്നത്. ആ സമയം സ്പാരോ താൻ വർഷങ്ങളായി ഇവിടെ ജയിച്ചു വരികയാണെന്നും അഹങ്കാരത്തോടെ കെയ്ത്തിന് മുമ്പിൽ വെച്ച് ഉറക്കെ വിളിച്ചു പറയും. എന്നാൽ ആ സമയം അവിടെ പ്രോഗ്രാം കാണാൻ വേണ്ടി വന്ന നിക്കോളോയെ കണ്ട് കെയ്ത്ത് അവളുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നു. എന്നാൽ അവൾ കെയ്ത്തിനെ തള്ളിമാറ്റിക്കൊണ്ട് നേരെ പർച്ചേസിന്റെ അടുത്ത് ചെന്ന് അവനുമായി ഭയങ്കര സോഫ്റ്റായിട്ടെല്ലാം പെരുമാറുന്നു. നിക്കോളോയുടെ ഈ പ്രവൃത്തി കെയ്ത്തിന് വളരെയധികം വിഷമമെല്ലാം ഉണ്ടാക്കുന്നു. എന്നാൽ നിക്കോളോയുടെ ഈ ഓരോ മൂവ്മെന്റ്സും തൊട്ടപ്പുറത്തിരുന്ന് നായകൻ നോക്കി കാണുന്നുണ്ടായിരുന്നു. പ്രോഗ്രാം തുടങ്ങി ആദ്യ റൗണ്ടിൽ തന്നെ പർച്ചേസ് കെയ്ത്തിനെ ബീറ്റ് ചെയ്തുകൊണ്ട് നല്ല രീതിക്ക് മാർജിനെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നു. എന്നാൽ തൊട്ടപ്പുറത്ത് പർച്ചേസും നിക്കോളോയും കൂടി സോഫ്റ്റായിട്ടെല്ലാം പെരുമാറുന്നത് കണ്ട് അവന് പ്രോപ്പറായി കോൺസെൻട്രേഷൻ ഒന്നും ലഭിക്കാതെ ടാർഗറ്റ് മിസ് ചെയ്ത് അവൻ ആ ടൂർണമെന്റിൽ ഫെയിലായി പോകുന്നു. നിക്കോളോ കാരണം ഇവരുടെ എല്ലാം ലൈഫ് സ്പോയിൽ ആയത് കണ്ട് നായകന് അവളോട് വളരെയധികം ദേഷ്യമെല്ലാം ഉണ്ടാവുന്നു. അവിടെ കച്ചത് മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ കണ്ട ആ റൂട്ടിലൂടെ നടന്ന് നേരെ കാറിലേക്ക് കയറുന്ന നായികയെയാണ് കാണിക്കുന്നത്. എന്നാൽ ആ സമയം കാറിൽ നായകനിരിക്കുന്നത് കണ്ട് അവൾ ചെറുതായി ഒന്ന് ഷോക്കാവുന്നു. അപ്പോഴാണ് നമുക്ക് മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ നായിക കാറിൽ വെച്ച് സംസാരിച്ചത് നായകനോടായിരുന്നു എന്ന കാര്യമെല്ലാം മനസ്സിലാവുന്നത്. നായകൻ അവളോടുള്ള ദേഷ്യത്തിൽ കയ്യിൽ കരുതിയ സ്പാനർ ഉപയോഗിച്ച് അവളെ അവിടെ വെച്ച് തലക്കടിച്ച് കൊല്ലുന്നു. മരിച്ചു എന്ന് ഉറപ്പായ ശേഷം അയാൾ അവളുടെ ബോഡി നേരെ അയാളുടെ ഫ്ലാറ്റിലേക്ക് വലിച്ചു കൊണ്ടുപോയിടുന്നു. നായകൻ മരിക്കാൻ വേണ്ടി ഒരു സൈനൈഡിന്റെ ടാബ്ലറ്റ് എല്ലാം കഴിച്ച ശേഷം തന്റെ സ്ക്രിപ്റ്റും ചേർത്ത് വെച്ചുകൊണ്ട് നിക്കോളോയുടെ തൊട്ടടുത്ത് കിടന്ന് തന്നെ മരണപ്പെടുന്നു. അവിടെ കച്ചത് പിറ്റേ ദിവസം രാവിലെ ആ ബോഡിയുടെ അടുത്ത് നിന്നും കിട്ടിയ സ്ക്രിപ്റ്റ് എല്ലാം വായിച്ചു നോക്കുന്ന മാർക്കിനെയും കാണിച്ചുകൊണ്ട് ഈ മൂവി ഇവിടെ വെച്ച് അവസാനിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.